നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹപാഠിയുമായിരുന്ന പക്ഷെ പങ്കജാക്ഷൻ നായർ, 83 വയസ്സ്. സഹപാഠി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് സീനിയർ ആയിരുന്നു. പിന്നെ അദ്ദേഹം നിര്യാതനായി. ഇതിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടുന്നു. മറ്റൊന്ന്, ഗ്രീഷ്മ എന്ന പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഇനിയും കോടതിയിലുണ്ട്. ജില്ലാ കോടതി, പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി, അങ്ങനെ കോടതിയിലൂടെ അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്കും ശിക്ഷ കുറഞ്ഞ് കിട്ടുമായിരിക്കാം. എങ്കിലും അവരങ്ങനെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. വധശിക്ഷ കാത്ത് 40 പേര് കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഈ പെൺകുട്ടി. അതുപോലെ മണ്ടത്തരങ്ങളും കുറ്റവും ചെയ്യാനുള്ള അവസരം ഉണ്ടാകാതിരിക്കുകയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങും. പ്രധാന സംഭവം ഇന്ന് രാത്രി 10:30 മണിക്ക് അമേരിക്കയുടെ 47ാമത് പ്രസിഡൻ്റായിട്ട് ട്രംപ് അവർകൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമായി. 3 ലക്ഷം പേരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയൊക്കെ മാറ്റി കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഒരു 600 പേര് പങ്കെടുക്കുന്ന ചെറിയ ഹാളിലേക്ക് പരിപാടി ഒതുക്കി. അതിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീമാൻ മോഡിജിക്ക് ക്ഷണമില്ലെന്നാണ് എൻ്റെ അറിവ്. എന്തുമായിട്ട് അതൊക്കെ നടക്കും, കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ഇത് നടക്കുമ്പോഴും ന്യൂയോർക്കിലും മറ്റ് പല സ്ഥലങ്ങളിലും പലസ്തീന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഫ്രീ പാലസ്തീൻ. എനിക്ക് ആദ്യം ഈ ഭാഷ മനസ്സിലായില്ല. എന്താ പിന്നെ മനുഷ്യൻ ഫ്രീ പാലസ്തീനാന്ന് എടുത്തിട്ട് പറയുന്നത്. ഓക്കെ, അതൊക്കെ ആശ്വാസത്തിന് വകയുണ്ട്. ട്രംപ് അധികാരമേറ്റാലും മറ്റാര് ചെയ്താലും ജനങ്ങളുടെ ജീവിതത്തിനോ സുരക്ഷയ്ക്കോ ഒന്നും ഒരു പരിഹാരമാകില്ലെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ പ്രകൃതി ദുരന്തമായാലും മറ്റു ദുരന്തമായാലും ലോകത്ത് പല വഞ്ചനയും കുറ്റമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടയിലോ ഇന്ത്യയിലോ നടക്കാത്തൊരു കാര്യമാണ്, നടന്നിട്ടുണ്ട്. ഇതുപോലും പുറത്ത് അറിയാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഉദയംപേരൂർ തൃപ്പൂണിത്തെ അടുത്താണ്, വൈക്കം റൂട്ടിൽ പേരൂർ സർക്കാരിൻ്റെ ഉടമയുള്ള ബോട്ട്ലിംഗ് പ്ലാന്റിൽ 700 ഗ്രാം ഗ്യാസ് കുറച്ച് സപ്ലൈ ചെയ്തു. ഇന്ന് എൻ്റെ ഗ്യാസ് കണക്ഷൻ പേരിൽ ചെറിയ മാറ്റം വരുത്താൻ വേണ്ടി ഞാനൊരു ഗ്യാസ് കണക്ഷൻ ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നർമ്മസല്ല അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു, ഈ ബോട്ട്ലിംഗ് പ്ലാന്റ് ചെയ്യുന്നത് നിങ്ങളല്ലല്ലോ, സർക്കാർ പ്രൈവറ്റ് ഏജൻസി അല്ല, സർക്കാരല്ലേ അല്ലെങ്കിൽ കമ്പനിയല്ലേ. ആ കമ്പനി ചെയ്യാന്ന് വെച്ചാൽ എത്ര വൻ അഴിമതിയായിരിക്കണം. ഞാനൊരു ചെറിയൊരു കണക്ക് പറയാം. കേരളത്തിൽ ഏതാണ്ട് 4 കോടി ജനങ്ങൾ, അത്രയില്ല, റൗണ്ട് പോയിട്ട് പറയുന്നുണ്ട്, ചില വ്യത്യാസം വരും. 1 കോടിയോളം വീടും ഏതാണ്ട് അത്ര തന്നെ കടകളുമുണ്ട്. അത് അല്പം സ്വല്പം വ്യത്യാസം വന്നേക്കാം. അപ്പോൾ 2 കോടി കടകളിലാണെങ്കിൽ വീടുകൾക്ക് 15 കുറ്റി വരാണ്ട് ഒരു വർഷം കിട്ടുന്നത്. 20 വരെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. കടകളിൽ അതിനേക്കാൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 3 കോടി മിനിമം കുറ്റികൾ ഒരു കൊല്ലം, 30 കോടി കുറ്റികൾ ഒരു കൊല്ലം കേരളത്തിൽ മാത്രം ഉപയോഗിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 100 രൂപയോളം വരും ഈ 700 ഗ്രാമിന്. കാരണം 1000 രൂപ 12 കിലോക്ക് വരുമ്പോൾ അതിൽ 80-90 വരും, 100 രൂപ കിടിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 3000 കോടി രൂപയുടെ അഴിമതിയാണ്. അഴിമതിയല്ല, വഞ്ചന. അഴിമതി എന്ന് വെച്ചാൽ വില കൂട്ടി വിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ഇതല്ല, കൃത്യമായിട്ട് തൂക്കം കുറക്കുക. അതും ഉടമസ്ഥൻ, ഇന്ത്യ ഗവൺമെൻറ് ഉടമസ്ഥകളുടെ ഇന്ത്യൻ കോർപ്പറേഷൻ. എവിടെ എത്തി നമ്മുടെ രാജ്യം? ഈ പുകഴ്ത്തി പറയുന്ന കാപാലികതല പുകഴ്ത്തി പറയുന്ന മരമണ്ടമാർ ചോദിക്കുകയാണ്, ഈ നമ്മുടെ രാജ്യം എവിടെ എത്തി?
ഇതുപോലൊരു അഴിമതി തട്ടിപ്പ് വഞ്ചനയും സർക്കാർ ലെവലിൽ എന്നെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പലരും ഭരിച്ചിട്ടുണ്ടല്ലോ. ജനതാദൾ, ഞങ്ങളുടെ കക്ഷി ജനതാദൾ 7 പ്രധാനമന്ത്രിമാരെ സൃഷ്ടിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ. ജനതാദളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഇപ്പോൾ BJP ഉണ്ട്. ഈ ഗവൺമെൻറ് കാലത്തല്ലാതെ വേറെ ഇതിനു മുമ്പ് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ മറ്റു പല അഴിമതി നടത്തിയിട്ടുണ്ട്. ഇത് അഴിമതി തട്ടിപ്പല്ലേ, തൂക്കം കുറച്ച് കൊടുക്കാനുള്ള വഞ്ചന തട്ടിപ്പല്ലേ. എന്ത് നടപടിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? അല്ലെങ്കിൽ ഓയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എന്ത് നടപടി എടുക്കും? എന്ത് ശിക്ഷ കൊടുക്കുക? 3000 കോടി രൂപയാണ് പെർ ഇയർ ഏകദേശം. ആർക്കും അല്ലാതെ വെറുതെ 3000 പങ്കിട്ടെടുക്കുകയാണ് ഇവരുമെല്ലാം. അപ്പോൾ മനസ്സിലല്ലോ, ഈ പൊതുമേഖല സ്ഥാപനത്തിലാണെങ്കിൽ ഈ പൈസ എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പോൾ പൊതുമേഖല പേര് മാത്രമേ ഉള്ളൂ, ഇത് സ്വകാര്യ മേഖലയെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പിലാണ് പോകുന്നത്. പൊതുമേഖല പോകുന്നത് പ്രൊപ്പറേറ്റർഷിപ്പിലാണെന്ന്. എങ്കിലും BJP ഗവൺമെൻറ് എത്രയൊക്കെ പൊഴുത്തി പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ ഒരു അരക്ഷിതാവസ്ഥ ഇന്ത്യ ഗവൺമെൻറ്റോ ഇന്ത്യ മഹാരാജ്യവും നേരിട്ടായിട്ട് ഈ 76 വയസ്സെടുക്കൽ എനിക്കറിയില്ല. ഞാൻ ഒരുപടി പ്രസിദ്ധീകങ്ങൾ നോക്കുന്നതാണ്, ഒരുപടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്, സാധാരണ വിദ്യാർത്ഥിയാണ്. സ്റ്റിൽ ഐ എം എ സ്റ്റുഡൻറ്റ്. ഇന്നും ഞാനൊരു വിദ്യാർത്ഥിയാണ്, അല്ല അധ്യാപകനൊന്നുമില്ല. ആരാണ് ഉത്തരവാദി? നമ്മുടെ രാജ്യം എവിടെ എത്തി? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്താണ് കാര്യം? ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? നമ്മൾ എന്ത് തെറ്റും നമുക്ക് ചെയ്യാം, പക്ഷെ അതിന് ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഒരു ബോട്ടിൽ, ചില ബോട്ടിൽ എന്ന് വെച്ചാലല്ലോ ഗ്യാസ് ഇല്ലാതെ വരാം. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കുമല്ലോ, ഒരു വശം ഒരു ട്യൂബ് വരും, വേറെ വശം മരുന്ന് വരാണ്. അപ്പോൾ ട്യൂബ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കല്ലേ മരുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചില മരുന്നിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കും, അപ്പോഴും അതറിയാതെ ട്യൂബ് പോയിക്കൊണ്ടിരിക്കും. അതിൽ ചില ട്യൂബൊക്കെ ഞെക്കി ഒന്നും ഉണ്ടാകത്ത്. അത് കരുതി കൂട്ടിൽ അറിയാതെ വരുന്ന അശ്രദ്ധ എന്ന് പറയാം, വഞ്ചനയല്ലത്. ഇതാണ് തൂക്കം കുറക്കാന്നുണ്ട്. അങ്ങനെ വരുന്ന മരുന്നിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ അത് തെറ്റിപ്പ് തന്നെയാണ്. ഇതെല്ലാം വലിയ മരുന്ന് ഇല്ല, സ്റ്റോക്ക് ഉണ്ടാവില്ല, അതോട് കയറിപ്പോകും. അപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ഇതതാണോ? എന്ത് ന്യായീകരണമാണ് ഓയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഭാരത് പെട്രോളിയം കാര്യം പറയാനുള്ളത്? ഒന്നാമത്തെ സ്ഥലത്ത് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. $140 ലോക മാർക്കറ്റിൽ വിലയുണ്ടായിരുന്നപ്പോഴാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 600-600 രൂപയ്ക്ക് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അതിലെന്തോ സബ്സിഡിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ. ആ സാധനം $40 എത്തി. ഇതിന് നമ്മുടെ വില 100 രൂപ. എപ്പോഴും പെട്രോളിനാരും വന്ന് ഗ്യാസിനല്ലേ, ഗ്യാസ് വേറെ. ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആത്മാർത്ഥമായിട്ടോ കാര്യമായിട്ടോ പ്രസക്തമായിട്ടോ ഒരു പ്രതിഷേധം, ഒരു ചുണ്ടനക്കുൽ നടന്നിട്ടുണ്ടോ? ഇവിടെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ, കമ്മ്യൂണിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവർ ചെയ്യാത്ത കാരണം കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ എടുക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണമുണ്ട്. അപ്പോൾ GST മുഖേന കോടിക്കണക്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന പെട്രോളിൽ നിന്നാണ് 20-30 രൂപയോട്ട് 60 രൂപയോളം ടാക്സ് ആയി പോകുന്നത്. സ്പോൺസർ ചെയ്യുന്ന ഈ കമ്പനിയാണ്. ഈ കമ്പനി കിറുക്കുണ്ടാവുക. പ്രതിപക്ഷം മിണ്ടരുത്, ഭരണപക്ഷത്തെ മിണ്ടാതെ ആക്കി അവർ ടാക്സ് കൊടുത്ത്. അങ്ങനെ പണം കൊടുത്ത് ലോഭം കൊടുത്ത്. കാരണം 3000 കോടി രൂപയൊക്കെ ഇപ്പോൾ 10,000 കോടി രൂപ ഇവർക്കൊക്കെ പലപ്പോഴും കിട്ടിയാലും ബാക്കി 2000 കിട്ടില്ല. എപ്പോഴും വെറുതെ അവനെ പോക്കിൽ കിട്ടില്ലേ? പണ്ട് ഒരു കാര്യം മഹൻ പറഞ്ഞ്, ഇന്ത്യൻ റെയിൽവേയുടെ 8 സോണൽ ഓഫീസുകളുണ്ട്. 8 തരമാക്കി, 4 അല്ല, 8 ആക്കിയ. ഓരോ സോണിലും കൂടി എത്രായിരം കോടി രൂപയുടെ ബഡ്ജറ്റ് പോലുണ്ടെന്നറിയോ? ആ ബഡ്ജറ്റിൽ ഒരു 10% കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. ആ കമ്മീഷനായിട്ട് പോകുന്നത് 8 മേഖല മെയിൻ ചെയർമാൻമാരിൽ എൻജിനീയേഴ്സ്. അതിൻ്റെ ഗ്രീക്ക് തിരിച്ച് വരുമ്പോൾ ഓരോരുത്തർ കിട്ടും. ഏതാണ്ട് കോടിക്കണക്കിന് രൂപ കിട്ടും ഒരു കൊല്ലം. അതാണ് അവർക്ക് മണിമാളി പണിയുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, പട്ടാളത്തിൽ സേവനം എത്ര ശമ്പളമുണ്ട് ഇപ്പോൾ? വലിയ വലിയ ഓഫീസറൊക്കെ നല്ല ശമ്പളം ഉണ്ടെങ്കിലും അവർക്ക് ഈ മണിവാളിയും ബംഗളവും പിന്നെ എങ്ങനെയൊക്കെ പണിയുന്നത്? അവരെല്ലാം ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ പർച്ചേസിൽ വരും, മാറി മാറി. ഒരാൾ സ്ഥിരം നിൽക്കില്ല.
ആ പർച്ചേസ് ഒരു കൊല്ലം അവധി കിട്ടിയാൽ മതി. ആ പർച്ചേസിന് 10% കമ്മീഷൻ കിട്ടും. അപ്പോൾ 5 കോടി 10 കോടി ഉണ്ടാക്കി ഒരു വീടുണ്ടാക്കാൻ പ്രയാസമില്ല. അതൊക്കെയാണ് കാലാകാലം നടത്തരുത്. അതൊക്കെ കാലാകാലം നടക്കുന്നത് ഇന്നൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ ഈ ഗ്യാസിൻ്റെ ഈ ഷോർട്ടേജ്, വില വർധനവോ പൂഴ്ത്തിവയ്പ്പോ അതൊക്കെ നമുക്ക് ന്യായീകരണം പറയാം. പക്ഷേ ക്വാണ്ടിറ്റി കുറക്കുന്നത് 1-2 കുറ്റിയിലേപ്പോൾ ഇല്ലാതെ വരാം മേ ബി. പക്ഷെ ഇതല്ല, പരിശോധിച്ചാൽ 80% കുറ്റിയിലും 700 ഗ്രാം വെച്ച് കുറവാണ്. കൃത്യമായിട്ടാണ് കമ്പനി കൃത്യമായിട്ട് 700 ഗ്രാം കുറവാണ്. ഇവിടെ എത്തി നമ്മുടെ രാജ്യം ഒന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കും. എനിക്കതേ പറയാം. പിന്നെ ഇപ്പോൾ വരുന്നത് അസംബ്ലി ഇലക്ഷൻ, അതിന് പഞ്ചായത്ത് ഇലക്ഷൻ, അതിന് ശേഷം പിന്നെ വരുന്നത് പാർലമെൻറ്റ് ഇലക്ഷനാണ്. ഇപ്പോൾ 3-3.5 വർഷങ്ങൾ പിടിക്കും. 2024 പോയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. 3-4 വർഷം പിടിക്കും. ഇവിടെ കേരളത്തിൽ UDF വരുന്ന അസംബ്ലി ഇലക്ഷൻ വേണ്ടി എന്ത് പ്രിപ്പറേഷനാണ് എടുത്തിരിക്കുന്നത് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. 2 ടേം അവർ പോയി, 3ാമത്തെ ടേം പോകാൻ നിൽക്കുകയാണ്. ആ 3ാമത്തെ ടേമെങ്കിലും UDF കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ അതിനു വേണ്ടി അവർ എടുത്തിരിക്കുന്ന പ്രിക്കോഷൻ അല്ലെന്താണ് ഒരു മാർഗം, തയ്യാറെടുപ്പ്, മുൻകരുതൽ. പ്രിക്കോഷൻ അങ്ങനെയൊക്കെ അർത്ഥമുണ്ടല്ലോ. എന്താണ് മുൻകരുതെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രൊജക്ട് ശരിയാക്കിയിരിക്കുന്നത്? സാമാന്യ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് മനസ്സിലാകും. എന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ ജയിക്കും എന്നുള്ളൊരു ഒരു അന്ധമായ വിശ്വാസമാണ് കുഞ്ഞാക്കാക്കും മറ്റവർക്കെല്ലാം. ഇന്ന് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം പേര് മാറ്റണം, സംഘപരിവാർ വർഗീയത മാറ്റി ജനങ്ങളുടെ അറിയിച്ചാൽ എന്തുമാത്രം പ്രതികരണങ്ങൾ അതിനെക്കുറിച്ച് അനുകൂലമായിട്ട് വന്നു. എന്തുമാത്രം അവരെല്ലാം ചോദിക്കുന്നത് നിങ്ങൾക്ക് മാത്രം എവിടെ നിന്നാണ് ഇതുപോലുള്ള ഐഡിയാസും ഇതുപോലെ ഒരു അറിവ്, നോളജ്, വിജ്ഞാനമൊക്കെ കിട്ടുന്നതാണ്? ഞാൻ പറഞ്ഞു ഐ ആം ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ ഞാൻ നിരവരാതിരിക്കൊന്നും അറിയില്ല. ഐ ആം പുവർ മാൻ. എല്ലാം നിലക്കും. പക്ഷെ എൻ്റെ കൂടെയുള്ള ഗ്യാങ് ഉണ്ട്, ഗ്രൂപ്പ്. അവർ മിടുക്കരാണ്, സമർത്ഥരാണ്, മനഃശാസ്ത്രജ്ഞന്മാരാണ്. മനഃശാസ്ത്രജ്ഞന്മാരെ ലോകത്ത് വളരെ കുറച്ചുള്ളൂ, ഇന്ത്യയിൽ കുറച്ചുള്ളൂ. അതിലൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ അറിയാമല്ലോ എൻ്റെ മഹത്വം. സയൻറ്റിസ്റ്റുകളാണ്, ശാസ്ത്രീയമായ വിശ്വാസി. അതായത് മരുന്ന് കണ്ടുപിടിക്കാനല്ല, ശാസ്ത്രം ശാസ്ത്രം കണക്കാണല്ലോ. മറ്റൊന്നാരാണ്? ഫിലോസഫിസ്റ്റുകൾ. ഇതിനേക്കാൾക്ക് ഉപരി വേറൊരു ഗ്രൂപ്പ് കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ മഹത്വം. മറ്റാർക്കും ഒരു പക്ഷേ കിട്ടാതിരിക്കേക്കാൾ വലിയ ഒരു മഹത്വം, അനുഗ്രഹവും ആ ഗ്രൂപ്പാണ്. അതാരെന്നറിയണ്ടേ? പണ്ടൊരിക്കൽ മനുഷ്യൻ കമ്പ്യൂട്ടറിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നു. വൺസ് അപ്പോൺ ടൈം, പണ്ടൊരിക്കൽ, മുൻകാലങ്ങളിൽ. ഇന്ന് കമ്പ്യൂട്ടർ മനുഷ്യന് വേണ്ടി ചിന്തിക്കുന്നു. വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് ദ മാസ്റ്റർ ടോട്ട് ലാറ്റിൻ ടു ജോൺ, ദ മാസ്റ്റർ ടോട്ട് ജോൺ ടു ലാറ്റിൻ. ജോണിനെ ലാറ്റിൻ ഭാഷ പഠിപ്പിക്കുന്നു, ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിക്കുന്ന വ്യത്യാസമുണ്ട്. ഒന്ന് ജോണിൻ്റെ കപ്പാസിറ്റി നോക്കിയാണ് ലാറ്റിൻ ഭാഷ അത്, മറ്റത് ലാറ്റിൻ ഭാഷ പഠിപ്പിക്കുകയാണ്, ജോണിൻ്റെ കപ്പാസിറ്റി നോക്കുന്നില്ല. അത് തെറ്റാണ്. അതുപോലെ കമ്പ്യൂട്ടറിന് വേണ്ടി ചിന്തിക്കുന്ന, മനുഷ്യന് വേണ്ടി ചിന്തിക്കുന്ന കമ്പ്യൂട്ടറുണ്ട്. ആ കമ്പ്യൂട്ടറിനെ, അത് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ ആ കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ് ലോകത്ത് മാത്തമാറ്റിക്സ് എന്നത്. അത് അപൂർവം പേരുള്ളൂ ലോകത്ത്. ഈ മനഃശാസ്ത്രജ്ഞരെ പോലെ വളരെ കുറച്ച് പേരുള്ളൂ. അതിൽ ഒരു ഉന്നത ഗ്രൂപ്പ് ഞങ്ങൾ കൂടെ ഉണ്ട്. അവർ പറയുന്ന അറിവാണ് നമ്മളീ പറയുന്നത്. അല്ല, എനിക്ക് ആരോട് പ്രത്യേക താല്പര്യമില്ല, പ്രത്യേക വെറുപ്പുമില്ല. സത്യമായിട്ട് വേണം. നീതി, വോയിസ് ഓഫ് ജസ്റ്റിസ്, വോയിസ് ഫോർ വോയിസ്ലെസ്. ശബ്ദമില്ലാത്തതുകൊണ്ട് ശബ്ദിക്കുക, നീതിക്ക് വേണ്ടി വാദിക്കുക. അതൊക്കെ നമ്മുടെ പോളിസി. മറ്റൊരു ചിന്തയില്ല. ആരും ധരിക്കലും തെറ്റാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വരുന്ന അസംബ്ലി ഇലക്ഷനിൽ 26 ഇലക്ഷൻ എത്ര മാസമാണ് ഇനിയിപ്പോൾ? ഇന്നിപ്പോൾ 2024 ജനുവരി. ഓക്കെ,
ഇനി ഒരു 1.5 വർഷമില്ല, ഒരു 10, 12, 15 മാസം കാണും. ഈ 15 മാസത്തിനുള്ളിൽ 71 സീറ്റും അതിൽ കൂടുതൽ കിട്ടാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF എന്ത് സംവിധാനമാണ്, അല്ലെങ്കിൽ എന്ത് പ്രൊജക്ട് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ എന്ത് തന്ത്രമാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത്? പൂജ്യമാണ്. അവർക്കൊന്നും ഇപ്പോഴും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇതിൽ തോൽവി പറ്റിയാൽ ഈ 2026 അസംബ്ലി ഇലക്ഷനിൽ UDF എന്ന് പറഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നണി സമുദായം ഉണ്ടാക്കിയത് കരുണാകരജിയും CH മറ്റേ മാണി സാറും ഒക്കെ ചേർന്നാണ്. അതിൽ ബാലകൃഷ്ണപിള്ളയൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർന്നാണ് ആദ്യമായിട്ട് മുന്നണി സമ്പ്രദായം തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. പക്ഷെ ആ UDF ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും അവരൊരു കാര്യം സാധിച്ചു വേണ്ടിയാണ്. അതാണ് നീതിക്ക് വേണ്ടിയല്ല അവർ ചെയ്യുന്നത്, സത്യത്തിന് വേണ്ടിയല്ല. അതേപോലെ രാഷ്ട്രീയകാര്യ സമിതി കൂടെ തീരുമാനിച്ചിട്ട് അത് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതിനൊക്കെ വലിയ എന്ത് കല്യാണത്തിരക്കാരൻ താലി കെട്ടാൻ മറന്നുപോയി എന്ന് ആരോ പറയും പോലെ അതിനൊക്കെ വലിയ എന്ത് കാര്യമാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളത്? ഒന്നുമില്ല, അതിൻ്റെ താഴെയാണ്. ഏതാ കുഞ്ഞാക്കയൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹി പോകാൻ പറ്റിയില്ല, അതോ കല്യാണത്തിൽ പോയി എന്ന് പറഞ്ഞു. ഒരു കല്യാണമാണോ പ്രധാനപ്പെട്ട വകുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒപ്പുള്ളതാണോ? അപ്പോൾ അവർക്ക് അത്രയ്ക്ക് അതിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ആ കല്യാണം കഴിച്ചു കൂടി, കല്യാണം കഴിച്ചു വരിക, അത്രയ്ക്ക് അവർക്ക് ആത്മഹത്യയുള്ളൂ. അത് ഞാൻ പറഞ്ഞ മുസ്ലിം എന്ന പേര് മാറ്റി എന്ന് നിങ്ങൾ ചെയ്യുന്നോ അന്ന് നിങ്ങൾ വിജയിക്കുള്ളൂ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിജയിക്കുള്ളൂ. അതുപോലെ സംഘപരിവാറും. ഇപ്പോൾ EMS ഒരു ഭൂരിപക്ഷ വർഗീയത പറയുമ്പോൾ തന്നെ നമ്മൾ ഒപ്പം ന്യൂനപക്ഷ വർഗീയത പറയുന്നു. അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയ നീതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ തെറ്റു പറയുമ്പോൾ അവരുടെ ഭൂരിപക്ഷ പ്രസ്ഥാനമായ സംഘപരിവാറിനെ കുറിച്ച് നമ്മൾ പറയുന്നു. നമുക്ക് തുല്യമാണ്, അല്ലാതെ തുല്യം, നമുക്ക് ആരോടും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ ചോദിച്ചു എന്താണ് UDF കേരളത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഇല്ല. ഇത് തന്നെയാണ് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യ മുന്നണി ഞാൻ പറഞ്ഞല്ലോ. എന്തിനാണ് നമ്മൾ ഈ ആളോഹരി വരുമാനം, ആളോഹരി റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു നീതി ലഭിക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടും. അത് വെച്ച് നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രത്തിൽ ഞാൻ പറയാണ്, ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കാൻ, ന്യായമായ കാര്യങ്ങൾ വാദിക്കാൻ പോലും ഇന്ന് ആ സമുദായത്തിൽ ആൾക്കാർ ഇല്ലാത്തവരാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് സ്വയം ഭയം, കുറച്ച് സ്വത്തൊക്കെ ഉള്ളവരുണ്ട്. ഞങ്ങൾ 3 തരക്കാരാണ്. ഒന്ന് ദാരിദ്ര്യം വന്ന് നിരാശരായവർ, അവർക്ക് ചിന്തയുണ്ടാവില്ല. ഒന്ന് പണം കൂടിയിട്ട് അലസനായവർ, അവർക്ക് ചിന്തയില്ല. പിന്നെ ഞങ്ങളെപ്പോലെ പണക്കാരാണോ അല്ല, എന്നാൽ തെണ്ടിയല്ല, അങ്ങനെയുള്ളവർക്ക് ചിന്ത വരുന്നത്. അങ്ങനെ വളരെ കുറച്ച് പേരുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ 20% വരുന്ന മുസ്ലിം സമുദായത്തിൽ നമ്മളെല്ലാം പറയണ്ടേ, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് പരിഗണന കൊടുത്തിട്ടുണ്ട്? ഈ സമയത്ത് കോൺഗ്രസ് കുറ്റം പറയുന്നത് ശരിയല്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യല്ലോ. 1987 ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വാഴക്കുളം പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ 84, 85 രാമായണം സീരിയൽ ഉണ്ടാക്കിയിട്ട് ദൂരദർശനം വഴി സപ്ലൈ, ഒരു പഴയ പാട്ട്, അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെല്ലാം പാടും. അത് കാത്തിരിക്കും. ഒരാഴ്ച, പിന്നെ അടുത്ത ആഴ്ച ഒരാഴ്ച കഴിയണം, പിന്നെ കാത്തിരിക്കും. ഇന്നിപ്പോൾ ഒന്നുമില്ല, ഏതെല്ലാം സീസൺ പാട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ രാമായണ സീരിയൽ ഉണ്ടാക്കിയത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജീവ് ഗാന്ധിയാണ്. അന്ന് 87 ഇന്ദിര മരിച്ചു പോയില്ല, രാജീവ് ഗാന്ധി വന്നല്ലോ. എന്നിട്ട് രാജീവ് ഗാന്ധി ഭരണം കിട്ടിയോ? അവരങ്ങനെ സീരിയൽ വെച്ച് കൊടുത്തപ്പോൾ BJPയിൽ സംഘപരിവാരം ചെയ്ത് അദ്വാനിയെ കൊണ്ട് രഥയാത്ര നടത്തി 1000 ആൾക്കാരെ കൊന്ന് 100 ഘട്ടങ്ങൾ നശിപ്പിച്ചു. അങ്ങനെ സംഘർഷ കലുഷിതമായ രീതിയിൽ ഒരുപാട് ബീഹാറിൽ ആ രഥത്തെ അറസ്റ്റ് ചെയ്യുക. അത് ബീഹാർ കഴിഞ്ഞപ്പോൾ അടുത്ത് UP ആണ്. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാലുവിനോട് VP സിംഗ് ഉപദേശിച്ചു. ആദ്യം അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു കളക്ടർ ഒരു മുസ്ലിമാണ്, പഴയ ഒരു നേതാവുണ്ടല്ലോ, ബീഹാറുകാരൻ, അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. ഒരു മുസ്ലിം അറസ്റ്റ് ചെയ്ത പ്രശ്നം അവതരിച്ചില്ല. അടുത്ത ജില്ലയിൽ വന്ന് അവിടുത്തെ ഹിന്ദു കളക്ടറെ കൊണ്ട് അറസ്റ്റ് ചെയ്തു. ആ വൈരാഗി ലാലുവിന് ഇപ്പോഴുണ്ട്. അവിടെയാണ് നിർത്തിയത്. അത് ഒരു സംസ്ഥാനത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും BJP ഒന്നും ഭരിക്കത്തില്ല, കോൺഗ്രസ് ഭരിക്കുമല്ലോ, ഒരു സ്ഥലത്തും അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അറസ്റ്റ് ചെയ്തില്ല. അത് തുടങ്ങിയത് തന്നെ അത് ഒതുക്കണില്ലോ. അതൊന്നും ചെയ്യും കോൺഗ്രസ് സാധിച്ചില്ല. ആ കോൺഗ്രസ്സാണ് ഈ പകൽ കോൺഗ്രസ്, രാത്രി സംഘാനുഭാവം എന്ന് പറയുന്നത്. AK അനുകൂലം പറഞ്ഞ പോലെ ഒരു പരിധി ശരിയാണ്.
ഇപ്പോഴത് നിലനിൽക്കുകയാണ്. അതാണ് ആ ജാതി സെൻസസ് വേണമെന്ന് രാഹുൽ ഗാന്ധി ഉപദേശിച്ച രാഹുൽ ഗാന്ധിക്ക്. അത് ഇറ്റലിക്കാരനായിരിക്കും, അല്ലാതെ ഇന്ത്യയിൽ കോൺഗ്രസ്സുകാരിലൊന്നും അത്ര ബുദ്ധിയുള്ളവരില്ല. കാരണം രാഷ്ട്രമീമാംസയാണ്. രാഷ്ട്രമീമാംസ ഉണ്ടെങ്കിൽ 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ കോഴിക്കോട് ലീഗിൻ്റെ കാലടിയിൽ വന്ന് മത്സരിക്കാൻ തയ്യാറോ ഇല്ല. അപ്പോൾ രാഷ്ട്രമീമാംസ ഇന്ത്യയിലില്ല കോൺഗ്രസ്സിന്. നത്തിങ്, നോ ബഡി വിക്കൻ. ഏതോ ഇറ്റാലിയൻ ബുദ്ധിജീവി പറഞ്ഞു കൊടുത്തതാണ് ഇത് കറക്റ്റാണ്. അത് രാഹുൽജി എടുത്ത് സ്റ്റഡി ചെയ്ത് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പേരിൽ രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ തട്ടിയില്ലേ കോൺഗ്രസ്സിലെ സവർണ അനുഭാവികൾ. ഇപ്പോഴും കോൺഗ്രസ് നയിക്കുന്ന സവർണ അനുഭാവികളല്ലേ, സവർണ വിഭാഗമല്ലേ, അവർ ശരിക്ക് തച്ചു കൊടുത്തില്ലേ. പണ്ട് ഷീല ദീക്ഷിത് BJP സൗകര്യം ചെയ്ത് കൊടുത്തല്ലേ ഡൽഹിയിൽ. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങൾ ആലോചിച്ച് നോക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ അതിന് നയിക്കുന്ന സവർണ പാശുന്ന് ഞാൻ പറയില്ല, സവർണ വിഭാഗമാണ്. 2% വരുന്ന ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ 15% വരുന്ന സവർണ അവർക്ക് മാത്രം മതിയോ? അവർക്ക് നയിക്കാം, അതിന് കുഴപ്പമില്ല. മറ്റുള്ളവർക്കും ആ ജനസംഖ്യക്ക് ആനുപാതികൾ കൊടുക്കണ്ടേ? ഇത് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നുണ്ടോ? താഴെ തല മുതൽ ചിന്തിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എത്ര അരക്ഷാവസ്ഥയും അരാജ്യത്തിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്നത്. എലിയെ പേടിച്ച് ഇല്ലം ചുറ്റുപോലെയാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോഴത്തെ കളി എലിയെ പേടിച്ച് ഇല്ലം ചുറ്റി നമ്പൂരിയുടെ അവസ്ഥയാണ്. മുസ്ലിം വിരോധം പറഞ്ഞ് കാണിക്കുന്ന കളികളിലെ മഹാ അപകടത്തിലേക്കല്ലേ അവർ ആദർശത്തിൻ്റെ വേര് എളിയില്ലേ. തനി സങ്കുചിതമായി ചിന്തിക്കുന്നത് 10 വോട്ട് കിട്ടാൻ വേണ്ടി. അത് ക്രിസ്ത്യൻ സമുദായം പോലെ 10% ക്രിസ്ത്യൻ സമുദായമുള്ളത്. ഇനി കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അറിവില്ലെങ്കിൽ ഒന്നും പറയാണ് 18% എന്ന് പറയും. അതില്ലെന്ന് PC ജോർജ് പോലും പറഞ്ഞു. 10-15% ഉള്ളൂ. അതിൽ 6% ദളിത് ക്രിസ്ത്യാനികളാന്നേ. അവരിന്നും ക്രിസ്ത്യാനി അല്ലത്, കൺവെർട്ട് ക്രിസ്ത്യനാ ഇപ്പോഴും പറഞ്ഞത്. അവർക്കൊന്നും പ്രത്യേക ഈ സഭയുടെ ചായ്വൊന്നും അവർക്കറിയില്ല. അവരതിന് 9% അല്ലെങ്കിൽ 10% ഉള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അതും കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ കളിക്കുന്ന കളി ആർക്കും മനസ്സിലാകുന്നില്ല തോന്നുന്നത്. കോൺഗ്രസ് വിട്ടാണ്. കോൺഗ്രസ്സിൽ മുസ്ലിം നേതാക്കൾ ഉരുട്ടാണ് ആ കളിയിൽ വീണിരിക്കുകയാണ് മണ്ട ശിരോമണികൾ. അത് 40% ഒരു വിഭാഗത്തിന് വോട്ട് നോക്കാതെ 10% തന്നെ വോട്ട് കിട്ടാൻ വേണ്ടി ആ മണ്ട ശിരോമണി ലീഗുകാർ പോലും അല്ലെങ്കിൽ മുസ്ലിമിലെ കോൺഗ്രസ് മുസ്ലിങ്ങൾ പോലും മണ്ടത്തെ കാണിക്കണം. കോൺഗ്രസ്സിലെ മുസ്ലിം നേതാക്കളെ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ നേതാക്കളെ നിങ്ങൾ എന്തുകൊണ്ടാണ് 40% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലത് അറബിക് സർവകലാശാല തുടങ്ങാതെ തടസ്സുന്നത്? കുഞ്ഞാക്കയുടെ ഗ്രൂപ്പും അതിന് സമാധാനം പറയാതെ കേരള മക്കൾ വിടൂല. അവർ വഞ്ചിച്ചു പറ്റിച്ചു. 10,000 ആൾക്കാർ 4 പ്രാവശ്യം കേരളത്തിൽ വന്ന് ഞാൻ പല പ്രാവശ്യം പറയുന്നത് വീട് പറയുമ്പോൾ ആവർത്തനം വരും. പക്ഷേ എങ്കിലും ചിലർക്കത് ഇപ്പോഴും ഉൾക്കൊള്ളാതെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതായത് വീണ്ടും ഒരു എഴുതി ചോദിക്കുകയാണ്, നിങ്ങൾ അറബി സർവകലാശാലയെക്കുറിച്ച് പലപ്പോൾ പറയും, ഞങ്ങൾക്ക് മുഴുവൻ ക്ലിയർ ആകുന്നില്ല. അത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയുന്നത്. ഇതിൽ ആ ശൈലി പറയില്ല, ഇഷ്ടൂടെ മനസ്സിലായിക്കോ. അതായത് 10,000 പേര് പോലും സംസാരിക്കുന്നത് സംസ്കൃത ഭാഷ കേരളത്തിൽ. അതിന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഇവിടെ കാലടിയിൽ പാടം നിർത്തിയാണ്. അത് വെള്ളപ്പൊക്കത്തിൽ പോകുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എന്തുകൊട്ടെ, അതൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഏത് ഭാഷ പഠിപ്പിക്കുന്നു നല്ലതാണ്, ഒരു സംശയമില്ല. ഭാഷ ഒരു ജാതിയുടെ കുത്തകയല്ല. ഇപ്പോൾ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രം അറിയുകയല്ല, പ്രവാചകൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. യായോ അന്നാസ് എന്ന് അല്ലയോ മാനവ സമുദായം എന്നാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു പറയുന്നത്. അല്ലയോ മുസ്ലിം എന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ മാതൃക ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അറബിക് സർവകലാശാല തുടങ്ങി, സംസ്കൃത സർവകലാശാല തുടങ്ങി. അത് നമ്മുടെ ഈ ടി മുഹമ്മദ് ബഷീറൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ കാണിച്ച് എന്തോ സർട്ടിഫിക്കറ്റ് കൊടുക്കണില്ല. അദ്ദേഹം മുൻകൈ തുടങ്ങി, നല്ല കാര്യമല്ല, ഒരു സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട്, ഞങ്ങളുടെ ചോദ്യം, എന്തുകൊണ്ട് 40% വരുന്ന മുസ്ലിങ്ങളിൽ കൂടി ഭാഗവാക്കാകേണ്ട അറബിക് സർവകലാശാല തുടങ്ങാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ കരുതി കുട്ടി അതിനെ തകർത്ത് കളഞ്ഞുള്ളതാണ്? അത് ഉത്തരം പറയാതെ പലസ്തീൻ മക്കൾ സന്തോഷിക്കാൻ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞതുപോലെ അതിന് ഉത്തരം പറയാതെ കുഞ്ഞാക്കാൻ നിങ്ങൾ ഭരണം മന്ത്രിസഭയിൽ വരില്ല. അത് നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണ് മുസ്ലിം സമുദായത്തോട് പറയണം. മുസ്ലിം സമുദായം വാവിളിയന്മാരുന്നില്ല, അവർക്ക് വല്ല സൂഫിയെ പോലെ കഴിയുന്ന ആൾക്കാരുണ്ട്, ഉള്ളതുകൊണ്ട് ഓണം വലിയായിട്ട് അമിതമായിട്ട് സമ്പാദിക്കാതൊക്കെ.
അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ വെക്കുന്നതിൽ നിന്ന് കിട്ടും. കാരണം അവർക്ക് മറ്റു ആഗ്രഹങ്ങളൊന്നുമില്ല. അവർ മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവർ മോശമായി ചിന്തിക്കാത്ത ആൾക്കാരാണ്. അത്ര സൂഫി പിന്നെ സന്യാസിപരമായ എന്തൊക്കെ പറയല്ലേ, അതുപോലെ അവർ ഭൗതിക നേട്ടങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒന്നിലധികം ആൾക്കാരുണ്ട് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സ്വീകരിക്കും. കാരണം അവർക്ക് പ്രത്യേക ഒരു താല്പര്യമില്ല, സമൂഹ നന്മ അല്ല, വേറൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അധികാരവും പദവിയും കിട്ടിയപ്പോൾ ആ അധികാരവും പദവി എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യം നിങ്ങൾ പറഞ്ഞേ തീരൂ. നിങ്ങൾ പറയാതെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല. ഇതൊരു വ്യക്തിപരമായിക്കോ അല്ലെങ്കിൽ ലീഗ് വിരോധമല്ല. ലീഗൊന്നും ഒരു വിരോധം ഞങ്ങൾക്ക് ലീഗിനോടില്ല. കാരണം ഞങ്ങളൊന്നും അവർ ശത്രുക്കളല്ല, അവർ നമ്മുടെ ശത്രുക്കളല്ല. അവരൊക്കെ എത്ര ഉയർന്ന നിലയിൽ നിൽക്കും, ഞങ്ങൾക്ക് ഒരു താഴെ നിൽക്കുന്നു. ചില അന്ധമായ വിരോധം കൊണ്ടും അസൂയ കൊണ്ടും ലീഗിന് കുറ്റം ബന്ധമുണ്ട്. അങ്ങനെ ചില കാക്കന്മാരുണ്ട് കേരളത്തിലുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ ലീഗ്. ഞാൻ അതുപോലെയല്ല ഞങ്ങൾ പറയുന്നത്, കാര്യകാരണ സഹിതമാണ്. സമയം വൈകാൻ പോണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പറയണം. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കണം. 2 ടേമിൽ ജയിച്ചവർക്ക് സ്ഥാനം കൊടുക്കാതിരിക്കണം. എക്സെപ്ഷൻ എന്തെങ്കിലും ആകാം, കുഴപ്പമില്ല. മറ്റൊന്ന്, ഒരു 40-നും 60-നും ഇടയ്ക്കുള്ള ആൾക്കാരിൽ നിന്ന് സ്ഥാനാർത്ഥികളെ മിടുക്കന്മാരെ കണ്ടുപിടിക്കണം. മറ്റ് പാർട്ടിയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുന്ന വയസ്സന്മാരെയൊന്നും കൊടുക്കരുത്. ഇപ്പം നിങ്ങൾ ലോകം ചിന്തിക്ക്, ട്രംപ് 90, റഷ്യ പുടിൻ 90, മോഡിയുടെ 75, 78, 75, 76. അങ്ങനെ എല്ലാവരും വൈദ്യന്മാരാണ്. വയസ്സിനകത്ത് ഒരാളുള്ളൂ, ആരെന്നറിയോ? നമ്മുടെ നോർത്ത് കൊറിയ. ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ചെറുപ്പാണ്, 40 വയസ്സോളം ഇല്ലാന്ന് കേൾക്കണം. അത് അതേ പുരോഗതി വഴിയുണ്ട്. അപ്പം അങ്ങനെ ആക്കണം. പിന്നെ വോട്ടേജ് ലിസ്റ്റ് പേര് ചേർക്കണം. ഇലക്ഷൻ പ്രഖ്യാപിച്ച് നിങ്ങൾ പരമാവധി വോട്ട് ചെയ്യിക്കണം. വോട്ട് എണ്ണി തിട്ടപ്പെടുന്നവരെയും നിങ്ങൾ എന്ത് ചെയ്യണം? വോട്ട് പെട്ടിയുടെ അടുത്ത് കാവലിരിക്കണം. ഇതിനേക്കാൾ ഉപരി ഈ EVM എന്ന് പറയുന്ന സിസ്റ്റം മാറ്റി പേപ്പർ ബാലറ്റ് പേപ്പറിലും അഴിമതി ചെയ്യാൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പറയാനുള്ള പിന്നെ ദിവസം പറയാം. അതിൽ അഴിമതി എങ്കിൽ ഇത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ശുഭമാണ്, ഇല്ലെങ്കിൽ അശുഭമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. അതിനുമായിട്ട് ഒരു കാര്യം കൂടി മുസ്ലിം സമുദായത്തോടും മൊല്ലമാരോടും തൊപ്പിക്കാട്ടും പറയാനുണ്ട്. നിങ്ങൾ മഹല്, ഓരോ പള്ളിയിലും മഹൽ അവോയ്ഡ് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ കളിയാക്കാന്നുള്ള, അതാണ് അവൾക്ക് ഒരു അടി കൊണ്ടാതെ അപ്പോൾ വേറെ മാറും. ഇത് അവളെ ഒരിക്കലും പറ്റില്ല. അങ്ങനെ 10-18 വയസ്സുള്ള പെൺകുട്ടിക്ക് അത്ര ബുദ്ധി, അത്ര പക്വതയിലുള്ളൂ. അവൾ ആത്മഹത്യ ചെയ്ത്. ഈ സമുദായത്തിൽ ഉത്തരവാദിത്വമില്ലത്. സമുദായത്തിലെ മൗലിമാർക്കും പുരോഹിതന്മാർക്കും വർഗത്തിനൊന്നും ഉത്തരവാദിത്വമില്ല അക്കാര്യത്തിൽ. എന്നത് മോൻ വന്ന് അഡിക്റ്റ് സെൻറ്ററിൽ നിന്ന് കൊണ്ടുപോയിട്ട് തല്ലിക്കൊന്നു. അടുത്ത വീട്ടിൽ പോയി തേങ്ങ ഒതുക്കുന്ന സാധനം വാങ്ങിച്ചു അടിച്ചു കൊന്നു. അതുകൂടെ വേറെ വരണം. അതിന് ഒരുപിടി സംഭവമുണ്ട്. ഇതിലൊന്നും ഈ സമുദായത്തെ ഉത്തരവാദിത്തമില്ലേ? നിങ്ങളുടെ സമുദായം എന്നുള്ള മുസ്ലിം സമുദായത്തോട് പറയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ബോധവൽക്കരണം ചെയ്ത് തീവ്രവാദത്തിലേക്ക് പോകാൻ പറയുന്നത് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ കാണുന്നില്ല. അങ്ങനെയാണ് ഒരു സംശയമുണ്ട്. എന്തുകൊട്ടെ, അത് തീവ്രവാദമൊന്നും പറയാതെ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് ജനങ്ങളെ സ്നേഹിച്ച് സ്വന്തം മാതൃരാജ്യം സ്നേഹിച്ച് പോകുന്നതൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞു പഠിപ്പിക്കണം. ലഹരി അതൊന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്ന പാവാണ് നിങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ചിട്ടല്ലോ. അതുള്ള കേരളത്തിൽ മുസ്ലിം സമുദായം ആത്മഹത്യ വളരെ കുറവ്, മറ്റു സമുദായങ്ങൾ കൂടാൻ കാരണം മദ്രസ പഠനം മോശമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാണ്ട്, കുറച്ച് മാറ്റം വരാനുണ്ട്. ആ മാറ്റം വരുത്തി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.